ഹലോ, ഇന്ന് നമ്മളൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കണം. ഇവിടെ ഹാർട്ട് ഷേപ്പ് ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ റെഡ് കളറിലെ സ്കെച്ചോ പെണ്ണ് കൊണ്ട് റെഡ് പെണ്ണുണ്ടെങ്കിൽ അതുകൊണ്ടോ എന്തെങ്കിലും ഇവിടെ പെയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ റെഡ് കളർ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അത് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഇതിന് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ പെൻസിൽ കൊണ്ട് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന സെൻറ്റാങ്കിൾ ആർട്ട് വരയ്ക്കുന്ന പെന്നാണ്. ബ്ലാക്ക് കളറിലെ ജെൽ പെന്ന് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും സെൻറ്റാങ്കിൾ ആർട്ട് വരയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അതും അടുപ്പിച്ചായിരിക്കണം, കൂട്ടിമുട്ടാനും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ്. ഞാൻ നല്ല ടൈം എടുത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ആ റെഡ് കൊണ്ട് വരച്ച ഹാർട്ട്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ബ്ലാക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലൈൻസ് നമ്മൾ നേരെ നേരെ വരയ്ക്കുന്നുണ്ടെങ്കിലും ഈ ലൈൻസ് നമ്മൾ പൊക്കത്തുനിന്ന് താഴത്തേക്കാണ് വരയ്ക്കുന്നത്, മറ്റേത് സൈഡിൽ നിന്ന്. അപ്പോൾ അത് വരച്ചപ്പോഴത്തേക്കുമാണ് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു സ്ഥലം വരെയൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാം ഭയങ്കര കോൺഫിഡൻസിൽ ഓക്കെ, ഞാൻ ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ ഞാൻ വരച്ചെടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ വരയ്ക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞത് ഈ വന്നപ്പോഴത്തേക്കും ഇപ്പോഴൊന്നും ഞാൻ ഓർക്കുന്ന കൂടിയില്ല ആ ലൈൻസ് അവിടെ അല്ല വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം. ഒരു പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് തെറ്റിപ്പോയി എന്നുള്ളൊരു സത്യം. ആദ്യമേ തുടങ്ങിയപ്പോഴേ 2-3 ലൈൻസ് വരച്ചപ്പോഴേ ഉള്ള തോന്നാനുള്ള ബോധം പോലും ഇല്ലായിരുന്നു. അതാണ് സത്യം. ഈ വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ ലാസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ ഞാൻ തെറ്റിപ്പോയത് വെച്ചിട്ട് ഒരു പുതിയ ഡിസൈൻ വരച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.